റിജിൻ ലാലിൽ നിന്നും നേരിട്ട പീഡനങ്ങൾ സോന പങ്കുവച്ചത് മാതൃസഹോദരിയുടെ മകളോടാണ്. മരിക്കുന്ന ആ ദിവസം ഉച്ചയ്ക്ക് രാത്രി 7 മണിവരെ സോന ഇവരുടെ വീട്ടിലായിരുന്നു. വീട്ടിലെത്തിയ സോന മാതൃസഹോദരിയുടെ മകളുടെ കൂടെ വൈകിട്ട് ടൗണിലേക്ക് ഇറങ്ങി. മാതൃസഹോദരിയുടെ മകൾ വസ്ത്രം വാങ്ങാൻ കടകളിലേക്ക് പോയപ്പോൾ കുറച്ചു സമയം യുവതിയെ കണ്ടില്ല. പിന്നീട് ഫുട്പാത്തിലൂടെ നടന്നു വരുന്നതായിരുന്നു കണ്ടത്. ഇതിനൊപ്പമാണ് നടുവണ്ണൂർ റോഡിലൂടെ ഒരു കന്നാസുമായി സ്ത്രീ നടന്നു പോകുന്ന CCTV ദൃശ്യം പോലീസിന് കിട്ടിയത്. എന്തായാലും നിലവിലെ നിഗമനങ്ങൾക്കൊപ്പം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹത വളരെയധികമുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ ഗർഭിണി മരിച്ച സംഭവത്തിൽ വേണ്ടിവരും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സോന കാറിനുള്ളിൽ വച്ച് കത്തിക്കരിഞ്ഞ് മരിച്ചത്. ഭർത്താവ് റിജിൻ ലാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെട്രോൾ വാങ്ങിയത് സോനയാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. അതേസമയം റിജിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം സോന അറിയുകയും തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണോ കാർ കത്തിയത് എന്നതാണ് ഉയരുന്ന സംശയം. പെട്രോൾ എത്തിച്ച് ആത്മഹത്യയ്ക്ക് സോന ശ്രമിക്കുകയായിരുന്നോ എന്ന സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റിജിൻ ലാലിന്റെ പിറകുവശത്താണ് പൊള്ളലേറ്റത്. പിൻഭാഗത്ത് നിന്നാണ് തീ ഉയർന്നത്. അതിനാൽ കേസിൽ റിജിൻ ലാലിന്റെ മൊഴി നിർണായകമാണ്. സോനയും റിജിൻ ലാലും തമ്മിലുള്ള പ്രണയവും വിവാഹവുമെല്ലാം കടുത്ത മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. സോന ഗർഭിണിയായിരുന്നു. ആശുപത്രിയിൽ പോയി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാർ കത്തിയത്. തൊട്ടടുത്തുള്ള ഒരു തോട്ടിലേക്ക് റിജിൻ ലാൽ ഓടിപ്പോയി ചാടുകയായിരുന്നു. അങ്ങനെയാണ് തീ അണഞ്ഞത്. പക്ഷേ ആ സമയം തന്നെ സോന മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവരുടെ ദാമ്പത്യത്തിനിടയിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാറായത്. റിജിൻ ലാൽ വിദേശത്തായിരുന്നു. ഈയിടയ്ക്കാണ് നാട്ടിലെത്തിയത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. അതിനു മുമ്പ് ദീർഘകാലം പ്രണയത്തിലായിരുന്ന ഇരുവരും ഇടയ്ക്ക് വെച്ച് വേർപിരിഞ്ഞിരുന്നു. ഈ ബ്രേക്കപ്പിനിടയിൽ വിദേശത്ത് ജോലി ചെയ്തിരുന്ന റിജിൻ നാട്ടിലെത്തി മറ്റൊരു യുവതിയുമായി വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞ സോന തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും റെയിൽവേ പോലീസാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് റിജിനെതിരെ സോന പോലീസിൽ പരാതി നൽകുകയും കേസാവുകയും ചെയ്തു. കേസ് വന്നതോടെ റിജിന്റെ വിദേശത്തേക്കുള്ള തിരിച്ചുപോക്ക് പ്രതിസന്ധിയിലായി. ഇതോടെ കേസ് പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിജിൻ വീണ്ടും സോനയുമായി അടുപ്പത്തിലാവുകയും ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സോന കേസ് പിൻവലിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കുടുംബങ്ങൾ അറിയാതെ ഇവർ ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായി വിവാഹിതരായി. അതിനുശേഷം ഇവരുടെ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴായി ഒരു കുടുംബ സുഹൃത്തിനോട് പല കാര്യങ്ങളും സോന പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് ഭർത്തൃ വീട്ടിൽ സോന കടുത്ത അവഗണനയും പീഡനങ്ങളുമാണ് അനുഭവിച്ചിരുന്നതെന്ന് അമ്മയും പറഞ്ഞത്. പല ദിവസങ്ങളിലും ഭർത്തൃ വീട്ടിൽ മകൾ ദുരിതത്തിലായിരുന്നു. ഫോൺ ഉപയോഗിക്കാനോ കുടുംബത്തെ വിളിക്കാനോ ഒന്നും റിജിൻ അനുവദിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്.